നമസ്കാരം. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി, കട്ടൻ ചായയിലും പരിപ്പ് വടയിലും ലാളിത്യം കണ്ടെത്തുന്ന സാധാരണക്കാരന്റെ പാർട്ടി. പക്ഷേ മുഖ്യന് സഞ്ചരിക്കണമെങ്കിൽ കോടികൾ ചിലവാണ്. ഇടയ്ക്കിടയ്ക്ക് മാറുന്ന മുന്തിയ ഇനം കാറുകളും അമേരിക്കയിലെ സുഖചികിത്സയും എസ്കോർട്ട് പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളും ഒക്കെയായി അമേരിക്കൻ പ്രസിഡന്റിനെ പോലും വെല്ലുന്ന സുഖ സൗകര്യങ്ങളാണ് അധ്വാനിക്കുന്നവന്റെയും കഷ്ടപ്പെടുന്നവന്റെയും പാർട്ടിയിലെ നേതാവിന് പ്രിയമെന്ന് മാത്രം. കേരളത്തിന്റെ ഖജനാവിൽ ഈച്ചയടിച്ചു തുടങ്ങിയെന്നും കേരളത്തിലെ ജനങ്ങൾ പിച്ചച്ചട്ടിയെടുത്തു തുടങ്ങിയെന്നും പറയുന്ന ആശാ തൊഴിലാളികൾക്കുൾപ്പെടെ 1000 രൂപ പോലും കൂട്ടി നൽകാതെ മാസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലിലും മഴയിലും ഒരൊറ്റയിരുപ്പിരുത്തിയ പിണറായി വിജയന്റെ കാര്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് 2 പുതിയ കാറുകൾ വാങ്ങാൻ 1.1 കോടി രൂപ അനുവദിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനായി ധനവകുപ്പ് പ്രത്യേക ഉത്തരവിറക്കി കഴിഞ്ഞു. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചാണ് പണം അനുവദിക്കുക. സാധാരണഗതിയിൽ പോലീസ് വകുപ്പ് മുഖ്യമന്ത്രിയുടെ വാഹനങ്ങളുടെ കാലപ്പഴക്കം, ഫിറ്റ്നസ്, സുരക്ഷ എന്നിവ പരിശോധിച്ച് പുതിയത് വാങ്ങാൻ ശുപാർശ ചെയ്യും. ഇത് കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് സൂചന. 2022 അവസാനമായി മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പുത്തൻ വണ്ടികൾ എത്തിയത്. അന്ന് 33.3 ലക്ഷം രൂപയോളം മുടക്കിയാണ് കാർണിവലിന്റെ ഉയർന്ന വകഭേദമായ ലിമോസിൻ പ്ലസ് ആണ് വാങ്ങിയത്. 3 ഇന്നോവ ക്രിസ്റ്റ കാറുകളും ടാറ്റ ഹാരിയർ കാറും വാങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ ഈ ഉത്തരവ് പുതുക്കിയാണ് കിയ ലിമോസിൻ വാങ്ങിയത്. ഇന്നോവ ക്രിസ്റ്റയും ടാറ്റ ഹാരിയറും വാങ്ങാൻ 62.46 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഹാരിയർ ഒഴിവാക്കിയാണ് കിയ ലിമോസിൻ വാങ്ങിയതോടെ ചെലവ് 88.69 ലക്ഷമായി ഉയർന്നിരുന്നു. 33.31 ലക്ഷം രൂപയാണ് കാർണിവലിന്റെ ചെലവ്. ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകരാറിലാണ് എന്ന് സർക്കാർ തന്നെയാണ് ദിവസേന പറയുന്നത്. ധനപ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികൾ മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരെയുള്ള മേഖലകളിൽ കുറവുകളും വെട്ടിക്കുറയ്ക്കലുകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി 1.1 കോടി രൂപ ചെലവിൽ 2 പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ധനവകുപ്പ് അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഈ തീരുമാനം സാധാരണക്കാരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് അത്യന്തം ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. ഇതിപ്പോൾ ആവശ്യമായതാണോ? സംസ്ഥാനത്തിന് ഇപ്പോൾ ഇത് ഏറ്റുവാങ്ങാൻ കഴിയുന്ന ഭാരമാണോ? കേരളം ഇന്ന് രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് നൽകാൻ പോലും സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഏറെയും ക്ഷേമ പദ്ധതികൾക്കും സഹായധനങ്ങൾക്കും കോടികളാണ് വായ്പ എടുത്തു കൂട്ടുന്നത്. വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾ മുതൽ കർഷകരുടെ സഹായ വരുമാനങ്ങൾ വരെ നിരന്തരം തടസ്സപ്പെടുന്ന സ്ഥിതിയിൽ കടമെടുപ്പ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ 1.1 കോടി രൂപ വെറും 2 വാഹനങ്ങൾക്കായി ചെലവഴിക്കുന്നത് സർക്കാർ സാധാരണ ജനങ്ങളുടെ നേർക്കുള്ള അവഗണനയുടെയും ഉത്തരവാദിത്വ ലോപനത്തിന്റെയും തെളിവാണെന്ന് തോന്നാതെ ഇരിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ സുരക്ഷയും സുഖ സൗകര്യവും ആവശ്യം തന്നെയാണ്. പക്ഷെ അത് അനാവശ്യത്തിലേക്ക് കടക്കുമ്പോൾ നികുതി കൊടുക്കുന്ന ഒരു പൗരനും പ്രതികരിക്കാതിരിക്കാനാവില്ല. പക്ഷേ സുരക്ഷ എന്ന പേരിൽ തന്നെ ഓരോ വർഷവും പുതിയ വാഹനങ്ങൾ വാങ്ങുകയും പഴയവ ഉപയോഗശൂന്യമാക്കിയതുപോലെ മാറ്റുകയും ചെയ്യുന്നത് ഒരു സാമ്പത്തിക മാനദണ്ഡം പോലും പാലിച്ചുകൊണ്ടല്ല. ഭരണത്തിൽ വച്ചു തന്നെ മിതവ്യയം ആവശ്യപ്പെട്ടുകൊണ്ട് മലയാളികൾക്ക് ക്ലാസ് കൊടുക്കുന്ന അതേ സർക്കാരാണ് ഇപ്പോൾ കോടികൾ ചെലവഴിച്ച് പിൽക്കാലത്തേക്ക് വലിയ ഭാരമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങുന്നത്. സർക്കാർ ഓഫീസുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ചെലവ് കൂട്ടാതിരിക്കാൻ സർക്കുലർ ഇറക്കിയപ്പോൾ മാതൃക കാണിക്കേണ്ടത് ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. കേരളത്തിന്റെ കടബാധ്യത ഇന്ന് കണക്കുകൾ പ്രകാരം 4.5 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്നു. വർഷം തോറും പലിശ മാത്രം നൽകിയാൽ പോലും കോടികളുടെ കണക്കാണ്. വികസന പദ്ധതികളുടെ പേരിൽ സർക്കാർ കേന്ദ്രത്തോട് അപേക്ഷിക്കുന്ന പ്രത്യേക ധനസഹായങ്ങൾ സംസ്ഥാനത്തിന്റെ ധിക്കാര മനോഭാവം കൊണ്ട് ലഭിക്കാതെ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായയും ധനശാസ്ത്രപരമായ സമീപനവും ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞു വരുന്ന അതേ സർക്കാരാണ് സ്വന്തം ആഡംബരത്തിനായി തികച്ചും അനാവശ്യമായ ഇത്തരത്തിലുള്ള ചെലവുകൾക്ക് ഗ്രീൻ സിഗ്നൽ നൽകിയത്. വൻ ചെലവുകളാണ് കഴിഞ്ഞ വർഷങ്ങളിലാകെ പിണറായി സർക്കാരിനെതിരായ ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നായത്. കിഫ്ബി പദ്ധതികളുടെ പേരിൽ അനിയന്ത്രിതമായ വായ്പാ പരിപാടികളും വിദേശയാത്രകളിലും സർക്കാർ വാഹനങ്ങളുടെ നിരന്തരം പുതുക്കലുകളിലും ധാരാളം പൊതുധനം പാഴാക്കപ്പെടുന്നുവെന്ന് വിവിധ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഓരോന്നും വിവാദങ്ങളിൽ പെട്ടതുമാണ്. ഓരോ തിരഞ്ഞെടുപ്പിനുമിടയിൽ സർക്കാർ ചെലവ് കുതിച്ചുയരുകയും അധികാരികളുടെ സൗകര്യത്തിനാണ് ഏറ്റവും കൂടുതൽ വകയിരുത്തുകയും ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പുതിയ ട്രെൻഡായി മാറിക്കഴിഞ്ഞു. മറുവശത്ത് സാധാരണക്കാരുടെ ജനങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ ഭയാനകരമായ യാഥാർത്ഥ്യം കാണാം.
വിലക്കയറ്റം ഓരോ കുടുംബത്തെയും ദിവസേന കുരുക്കുകയാണ്. കർഷകർ ദുരിതത്തിലാകുന്നു, ചെറുകിട വ്യാപാരികൾ തകർച്ചയിൽ, വിദ്യാർത്ഥികൾക്ക് പുതിയ പദ്ധതികൾ എത്തുന്നില്ല. ആരോഗ്യരംഗത്ത് പോലും മരുന്നുകളുടെ ക്ഷാമമാണ് കുറെ നാളുകളായി ദൈനംദിനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കെ 2 കോടിയോടടുത്ത തുകയ്ക്ക് വാഹനങ്ങൾ വാങ്ങുക എന്ന തീരുമാനം രാഷ്ട്രീയ ധാർമ്മികതയുടെ പരമാവധി ലംഘനമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരം തീരുമാനങ്ങൾ സർക്കാരിന്റെ മുൻഗണനകൾ എവിടെയാണ് നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കാത്ത ജനവിരുദ്ധ സമീപനം സർക്കാരിന്റെ നയങ്ങളിൽ പതിഞ്ഞുകൂടുകയാണെന്ന ആശങ്കയാണ് ഇത് സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ മുന്നോട്ട് പോകാൻ പോലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യം നേരിടുമ്പോൾ ഭരണ നേതൃത്വം ആഡംബരത്തിനും സുഖ സൗകര്യങ്ങൾക്കുമാണ് ബജറ്റിന്റെ മികച്ച പങ്കും മാറ്റിവെക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നീക്കമാണ്. ഇത് വെറും വാഹനങ്ങൾ വാങ്ങുന്നതിന്റെ പ്രശ്നമല്ല. ഭരണസങ്കല്പത്തിലെ തെറ്റായ മുൻഗണനകളാണ് പ്രധാന വിഷയം. ഇവിടെ ജനങ്ങളുടെ പണമാണ് സർക്കാർ ചെലവഴിക്കുന്നത്. അതിനാൽ ഓരോ രൂപയും മതിയായ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കപ്പെടണമെന്നത് ഭരണകൂടത്തിന്റെ ആദ്യ ബാധ്യത തന്നെയാണ്. അതേസമയം ഇന്ന് നാം കാണുന്നത് അതിന്റെ പൂർണ്ണ വിരുദ്ധമായ കാര്യങ്ങളാണ്. മുഖ്യ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ക്ഷാമം, കൃഷി വികസനം, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യരംഗം ഇവയ്ക്ക് വേണ്ട ബജറ്റിനാണ് കുറവ്. എന്നാൽ അധികാരത്തിന്റെ ആഡംബരത്തിന് യാതൊരു കുറവും കാണുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചോദിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട മേഖലകളിൽ നിക്ഷേപിക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാരിന് കോടിക്കണക്കിന് ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ എങ്ങനെ പണം കിട്ടുന്നു എന്ന്. ഉത്തരവാദിത്തമുള്ള ഭരണകൂടം എന്ന നിലയിൽ കുറച്ച് മിതവ്യയം പാലിക്കേണ്ടതല്ലേ? ഇന്ന് സർക്കാരിന്റെ ഈ നിലപാട് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കുകയും ജനങ്ങളുടെ സർക്കാരിലുള്ള വിശ്വാസം കൂടുതൽ ചോർന്നു പോവുകയും ചെയ്യാൻ ഇടയാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന ലേബൽ ഒന്നുകിൽ പിണറായി സർക്കാർ എടുത്തുകളയണം, അല്ലെങ്കിൽ ജനങ്ങളെ വെട്ടികളാക്കാനെങ്കിലും ഈ ധൂർത്തൊന്ന് മറച്ച് അല്ലെങ്കിൽ ഒന്ന് കുറച്ചെങ്കിലും കാണിക്കണം സർക്കാരെ.